നമസ്കാരം. മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. ക്ഷയരോഗത്തെക്കുറിച്ച് നമ്മോട് കൂടുതൽ വിവരിക്കുവാനും ക്ഷയരോഗം തടയാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുവാനും ഇന്ന് നമ്മോടൊപ്പം ജില്ലാ ക്ഷയരോഗ ഓഫീസർ ഡോക്ടർ ആമിന മുണ്ടോൾ ചേരുന്നു. മാം, സ്വാഗതം. ക്ഷയരോഗം എന്നത് ഇന്ന് ജനങ്ങളിൽ ഏറെ ഭീതി പരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ്. എന്താണ് ക്ഷയരോഗം അഥവാ ട്യൂബർകുലോസിസ്? ക്ഷയരോഗം എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് ശരിക്കും. ട്യൂബർക്കിൾ ബാസിലി, അതായത് മൈക്കോ ബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്ന ഒരു അണു, ബാക്ടീരിയ, അത് ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന സാധാരണ നമ്മൾ പറയുന്ന ഒരു ഇൻഫെക്ഷൻ. ഇത് കൂടുതലായിട്ടും ശ്വാസകോശത്തിനെയാണ് ബാധിക്കുന്നത്. ഒരു 80% ശ്വാസകോശ ക്ഷയമാണ് നമ്മൾ കണ്ടുവരുന്നത്. അതുകൂടാണ്ട് ശരീരത്തിൻ്റെ മറ്റ് ഒരുവിധം എല്ലാ ഭാഗങ്ങളെയും ക്ഷയം ബാധിക്കാം. നമ്മുടെ മുടി, നഖം ഒഴിച്ച് ബാക്കി നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ക്ഷയരോഗം ബാധിക്കാം. പക്ഷേ ശ്വാസകോശത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഇൻഫെക്ഷൻ കാണുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതൊരു എയർബോൺ ഡിസീസാണ്, വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്വസിക്കുമ്പം ഈ ബാക്ടീരിയ ഡ്രോപ്ലെറ്റായിട്ട്, അതായത് രോഗി ചുമക്കുകയോ തുമ്മുക അല്ലെങ്കിൽ തുപ്പുക ചെയ്യുമ്പോൾ അവരുടെ തുപ്പലിൻ്റെ ആ ഒരു ഡ്രോപ്ലെറ്റ് എന്ന് പറയും, അതിൽ നിറയെ ഒരു രോഗി ചുമക്കുമ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് വായുവിൽ, അന്തരീക്ഷത്തിൽ അത് ഇങ്ങനെ ഓടി നടക്കുകയാണ്. അപ്പോൾ ഒരു ആരോഗ്യമുള്ള ഒരു വ്യക്തി ശ്വസിക്കുമ്പം ഈ ഡ്രോപ്ലെറ്റ് നമ്മളെ ശ്വാസത്തിലൂടെ ഉള്ളിൽ കയറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്വാസത്തിലൂടെ ആയതുകൊണ്ട് തന്നെ അത് തീർച്ചയായിട്ടും നേരെ എത്തുന്നത് ശ്വാസകോശത്തിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പൾമണറി TB ഏറ്റവും കൂടുതൽ കാണുന്നത്. ഒരു പകർച്ചവ്യാധി എന്ന നിലയിൽ TBയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒരു വ്യക്തിക്ക് TB ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കുന്നു. നമ്മൾ TBയുടെ ഏറ്റവും കാർഡിനലായിട്ട് സിംറ്റംസ്, അതായത് പ്രോമിനൻ്റ് ആയിട്ട് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന 4 സിംറ്റംസാണ് ഉള്ളത്. ഒന്ന് നമുക്കറിയാം, ചുമ എപ്പോഴും ഒരാൾ കുറേ അധികം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ഷയം ഉണ്ടോ എന്നൊക്കെ തമാശയിൽ ചോദിക്കുന്ന ആ ഒരു എല്ലാവർക്കും അറിയാം, പബ്ലിക്കിനൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. ക്ഷയരോഗത്തിൻ്റെ ആദ്യത്തെ ലക്ഷണം ചുമ തന്നെയാണ്. അപ്പോൾ ചുമ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ശ്വാസകോശ ക്ഷയമാണ് ചുമയായിട്ട് വരുന്നത്. എല്ലാ TBക്കും ചുമ ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് പെർസെൻറ്റേജിൽ നമ്മൾ കാണുന്ന ശ്വാസകോശ ക്ഷയത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ഒന്ന് ചുമയുടെ കൂടെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് പനിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അത് പിന്നെ അധികം ഈവനിങ് റൈസ് ഓഫ് ടെമ്പറേച്ചർ ആയിരിക്കും. അത് വൈകുന്നേരം ആകുമ്പം ഒരു പനി വരിക. ചിലർക്ക് പനി എന്ന് തന്നെ പറയില്ല, അവർ ചിലപ്പം പിന്നെ ഒരു കുളിരുന്ന മാതിരി അല്ലെങ്കിൽ പുതച്ച് കിടക്കുക, ആ ഒരു ഇതേ ഉണ്ടാവുള്ളൂ. അതായത് ഹൈ ടെമ്പറേച്ചർ ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും അത് നെഗ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. മൂന്നാമത്തെ എന്താ വെച്ചാൽ, ഈ പേഷ്യൻറ്റിനൊരു പിന്നെ ശരീരത്തിൻ്റെ തൂക്കം കുറയാൻ തുടങ്ങും. അതുപോലെ തന്നെ വിശപ്പില്ലായ്ക ഉണ്ടാവും, ഒരു രുചിയില്ല, ഉന്മേഷമില്ല, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ തൂക്കം കുറയുക. ഇത് 3 ലക്ഷണങ്ങളും അതിൻ്റെ കൂടെ ഈ ചുമ നമ്മൾ ചികിത്സിക്കാതെ അല്ലെങ്കിൽ TB ഡയഗ്നോസ് ചെയ്യാതെ പോയാൽ ചുമച്ച് തുപ്പുന്ന കഫത്തിൽ ചിലപ്പം രക്തത്തിൻ്റെ ഒരു പാട്. അപ്പോൾ കഫത്തിൽ രക്തം ഉണ്ടാവുക ചുമച്ചിട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 99% ക്ഷയമായിരിക്കും. ബാക്കി വളരെ റെയറായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടേ ഈ രക്തം തുപ്പുള്ളൂ. അത് ജനങ്ങൾ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. കാരണം എപ്പോഴും ചുമ വന്നാൽ ചുമച്ച് ഇങ്ങനെ അലർജിയാണ് അല്ലെങ്കിൽ പൊടിയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് 2 ആഴ്ചയിൽ കൂടുതൽ ഒരിക്കലും ഒരാൾ ചുമയും കൊണ്ട് നടക്കാൻ പാടില്ല. അതിൻ്റെ പ്രാധാന്യം എന്താ വെച്ചാൽ, ഈ ചുമയ്ക്കുന്ന സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ ഡ്രോപ്ലെറ്റ്സ് അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ അവർ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾക്ക് ചികിത്സ കിട്ടുമ്പോഴേക്കും വേറെ കുറേ ആൾക്കാർക്ക് ഈ ഇൻഫെക്ഷൻ കിട്ടിയിട്ട് പോകും. അപ്പോൾ ഒരു പബ്ലിക് ഇഷ്യൂ ആണിത്, പബ്ലിക് ഹെൽത്ത് പ്രോബ്ലമാണ് ശരിക്കും. മാം, സാധാരണയായി മറ്റു ശാരീരിക അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ക്ഷയരോഗം പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. അത് ശരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കത് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം ക്ഷയം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, വായുവിലൂടെ പകരുന്ന അസുഖമാണ്. നമ്മളെല്ലാവരും ശ്വസിക്കുന്ന വായുവിൽ ഇഷ്ടം പോലെ ഈ ബാസിലി ഉണ്ടാവാം, പക്ഷേ എല്ലാവരും TB പേഷ്യൻ്റ് ആവുന്നില്ല. അവിടെയാണ് ആ വ്യക്തിയുടെ പ്രതിരോധ ശേഷി, ഇമ്മ്യൂണിറ്റിയെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാർ ഈ അണുബാധയെ തടയാൻ പറ്റും, അതിനെ പ്രതിരോധിക്കാൻ പറ്റും.
പക്ഷേ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ഒരു വ്യക്തി ആണ് ഈ ഒരു ശ്വാസത്തിലൂടെ ഒരു ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ കിട്ടുന്നതെങ്കിൽ അവർ ടി ബി വരാനുള്ള സാധ്യത ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൂപ്പ് എന്ന് പറയുന്നത് HIV ബാധിതരാണ്. കാരണം നമുക്കറിയാം ഹ്യൂമൻ ഡെഫിഷ്യൻസി വൈറസാണ് HIV കാരണമാകുന്നത്. അവിടെ തന്നെ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി എന്ന് തന്നെ പറയുമ്പോൾ ഇമ്മ്യൂണിറ്റി കുറവാണ്. അപ്പോൾ ഒരുവിധം HIV പോസിറ്റീവായുള്ള പേഷ്യൻസ് എല്ലാം TBയുടെ ടെസ്റ്റിന് വേണ്ടി നമ്മൾ കൃത്യമായിട്ട് എല്ലാ HIV പേഷ്യൻസിനെയും TB നോക്കുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ HIV പേഷ്യൻസിൽ കാണുന്ന ഒരു ഓപ്പർച്യൂണിറ്റിക് ഇൻഫെക്ഷൻ എന്ന് പറയും. ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ ഉണ്ടാകുന്ന മറ്റ് ഇൻഫെക്ഷനിൽ ഏറ്റവും മേലെ നിൽക്കുന്നത് TB തന്നെയാണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് ഇന്ന് നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ കേരളത്തിലാണ്. അത് കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രമേഹ രോഗത്തിൻ്റെ തലസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികളിൽ നമ്മൾ കൂടുതലും TB വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ പ്രമേഹ രോഗികൾക്ക് ഇമ്മ്യൂണിറ്റി കുറവാണ്. അപ്പോൾ ഒരു പ്രമേഹ രോഗി ചുമയ്ക്കുമ്പോൾ നമ്മൾ 2 ആഴ്ച ചുമക്കാനൊന്നും കാത്തിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ അവരുടെ കഫ പരിശോധന നടത്തുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഇമ്മ്യൂണിറ്റി കുറവെന്ന് പറഞ്ഞാൽ നമ്മൾ HIV മാത്രമല്ല, ക്യാൻസർ ചികിത്സ എടുക്കുന്നവർ, സ്റ്റീറോയിഡ് ചികിത്സ എടുക്കുന്നവർ, അതുപോലെ തന്നെ കുട്ടികൾ, തീരെ വെയിറ്റ് ഒന്നും ഇല്ലാത്ത കുട്ടികളൊക്കെ ചിലപ്പോൾ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ കുട്ടികളുണ്ടാകും. അറിയാലോ, ചെറിയ കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി അറ്റൈൻ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അതുപോലെ തന്നെ ഓൾഡ് ഏജ് എന്ന് വെച്ചാൽ ഒരു 10-80 വയസ്സൊക്കെ കഴിഞ്ഞ വയസ്സന്മാരൊക്കെ അവർക്ക് കുറച്ച് പ്രതിരോധ ശേഷി മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ കുറവ് തന്നെയാണ്. അപ്പോൾ ഇത്ര ആൾക്കാരിൽ ഈ നമ്മുടെ ക്ഷയത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പം നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. മാം, നമുക്കറിയാം ക്ഷയരോഗം ഇപ്പോൾ വ്യാപകമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇക്കാലത്ത് ക്ഷയരോഗ ചികിത്സയിൽ വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ചൊന്ന് പറയാം. മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ക്ഷയരോഗത്തിനുള്ള ചികിത്സ 100% സർക്കാർ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം നമ്മൾ ആഴ്ചയിൽ 3 ദിവസം ഇൻ്റർമിറ്റൻറ്റ് റെജിം എന്ന് പറയും ആയിരുന്നു ചികിത്സ. പക്ഷെ നമ്മൾ ഈ 2017 ഫെബ്രുവരി മുതൽ ഡെയിലി റെജിം എന്നുള്ള ഒരു പുതിയ ചികിത്സാ രീതി കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. അത് ഇന്ത്യയിലും അതിൻ്റെ ഒരു ഡെയിലി റെജിമിലേക്കുള്ള കാലെടുത്ത് വെക്കൽ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ത്യയിൽ 5 സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ ഒരു പൈലറ്റ് സ്റ്റഡി പോലെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ കേരളം അതിലൊരു സംസ്ഥാനമാണ്. അപ്പോൾ നമ്മൾ കാസർഗോഡ് ജില്ലയിലും, കേരളത്തിൽ ഉദ്ഘാടനം ചെയ്ത ഉടനെ തന്നെ നമ്മൾ കാസർഗോഡ് ജില്ലയിലും ഈ ഡെയിലി റെജിം, അതായത് ദിവസം ഗുളിക കഴിക്കുന്ന ചികിത്സ തുടങ്ങിക്കഴിഞ്ഞു. മാം, ഒരു വ്യക്തിയിൽ ക്ഷയരോഗബാധ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അതിന് എത്ര നാളത്തേക്കാണ് ചികിത്സിക്കേണ്ടത്? ചികിത്സയിൽ എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടാകാറുണ്ടോ? ക്ഷയരോഗം എന്ന് പറയുമ്പോൾ അതിൻ്റെ ചികിത്സ തന്നെയാണ് നമുക്ക് എപ്പോഴും ഒരു കൺസേൺ എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു സാധാരണ ഒരു ഇൻഫെക്ഷൻ വന്നാൽ ഒരു 5 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ അസുഖം മാറും അല്ലേ? പക്ഷേ ക്ഷയത്തിൻ്റെ അണുക്കൾ മറ്റുള്ള ബാക്ടീരിയയിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമാണ്. അത് കുറച്ചും കൂടി സ്ട്രോങ് ആണ്. അതിലേക്ക് ആൻറ്റിബയോട്ടിക്കിൻ്റെ ആക്ഷൻ എത്തിക്കുക എന്നുള്ളത് തന്നെ ഒരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ക്ഷയത്തിൻ്റെ ചികിത്സ തന്നെ 1-2 ആൻറ്റിബയോട്ടിക് അല്ല, 3-4 ആൻറ്റിബയോട്ടിക്കുകൾ ഒന്നിച്ച് പേഷ്യൻറ്റിന് കൊടുക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇപ്പോൾ ക്ഷയരോഗം നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചികിത്സ കാലയളവും കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ബാക്ടീരിയ അത്രയും പവർഫുള്ളാണ്, അത്രയും അതിൻ്റെ ഉള്ളിലേക്ക് ഒരു മരുന്ന് എത്തിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഇത് ശരീരത്തിൽ ശ്വാസകോശത്തിൻ്റെയൊക്കെ ഏറ്റവും അടിത്തട്ടിലൊക്കെ ഇങ്ങനെ സർവൈവ് ചെയ്തിരിക്കുന്ന ഒരു ബാക്ടീരിയയാണ്. അതുകൊണ്ട് ചികിത്സ മിനിമം 6 മാസമാണ്. 6 മാസം ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു TB പേഷ്യൻറ്റിന് 6 മാസത്തെ ചികിത്സയാണ്. അത് ശ്വാസകോശ ക്ഷയരോഗത്തിന്. അതിപ്പോൾ നമ്മൾ തലച്ചോറിലോ അല്ലെങ്കിൽ നെർവിന് അല്ലെങ്കിൽ എല്ലിന് ഉള്ള ക്ഷയത്തിനെ നമ്മൾ സ്കെലിറ്റൽ TB എന്ന് പറയും. അതുപോലുള്ള TB ആണെങ്കിൽ നമ്മുടെ ചികിത്സ വീണ്ടും കുറച്ചും കൂടി കൂട്ടണം. ഒരു 9 മാസം മുതൽ 1 ഇയർ വരെ നീട്ടിക്കൊടുക്കേണ്ട ആവശ്യമുണ്ടാവും. അപ്പോൾ ചികിത്സ കാലയളവ് എന്ന് പറയുന്നത് 6 മാസം മുതൽ 9 മാസം വരെ ഒരു സാധാരണ TBക്കും, അതേസമയത്ത് MDR TB എന്ന് പറഞ്ഞിട്ട് ഒരു മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ്, അതായത് ഏറ്റവും
ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള TBക്ക് കൊടുക്കുന്ന ഒരു റിഫാംപസിൻ എന്നുള്ള മരുന്നുണ്ട്, ആൻറ്റിബയോട്ടിക്. അതിനോട് ഈ ബാക്ടീരിയ റെസിസ്റ്റൻസ് കാണിക്കുകയാണെങ്കിൽ, അതായത് ആ മരുന്നിനോട് പ്രതിരോധിക്കാൻ കഴിവുള്ള ബാക്ടീരിയ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ആ റിഫാംപസിൻ എഫക്റ്റീവ് അല്ല. അതിന് പകരം പിന്നെ കൊടുക്കുന്നത് നമ്മൾ MDR TBക്കുള്ള മരുന്നാണ്. അത് വീണ്ടും അതിൻ്റെ കാലയളവ് 2 വർഷമാണ്, മിനിമം 2 വർഷമാണ് ഒരു MDR TB ആയിക്കഴിഞ്ഞാൽ ആ രോഗിയുടെ ചികിത്സാ കാലം. അപ്പോൾ നമ്മൾ MDR പേഷ്യൻറ്റിനെ ഒരു സാധാരണ MDR TB ആവാതെ നോക്കുക എന്നുള്ളതും കൂടി നമ്മുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ MDR TB ആയിട്ട് മാറുന്നത് ആദ്യത്തെ ഈ 6 മാസം കൃത്യമായിട്ട് മരുന്നെടുക്കാത്ത രോഗികളാണ്. പ്രതിരോധ ശേഷിയുള്ള, അതായത് മ്യൂട്ടേഷൻ നടന്നിട്ട് ആ ബാക്ടീരിയ ഈ മരുന്നിനോട് പ്രതിരോധിക്കാനുള്ളൊരു അങ്ങനെ ഇറഗുലർ ട്രീറ്റ്മെൻറ്റ്, ഇന്ന് കഴിക്കും നാളെ കഴിക്കില്ല, തോന്നുമ്പോൾ കഴിക്കും, അങ്ങനെ ആകുമ്പോൾ ഈ ബാക്ടീരിയ പ്രതിരോധ ശേഷി ആർജിക്കാൻ തുടങ്ങും. അതൊന്ന്. രണ്ടാമത്തത് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിൽ നിന്നാണ് ഈ പുതിയ വ്യക്തിക്ക് ഈ അസുഖം കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും അയാളും മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് TB ആയിരിക്കും. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാനുള്ള എല്ലാ നൂതന സൗകര്യങ്ങളും നമ്മുടെ ജില്ലാ TB സെൻറ്ററിൽ ഇപ്പോൾ ഉണ്ട്. മാം ഇപ്പോൾ MDR TBനെ കുറിച്ച് പറഞ്ഞു. MDR TB ഒരു മാരക രോഗമാണെന്ന് തോന്നുന്നുണ്ടോ? MDR ഒരു മാരക രോഗം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഒന്നാമത്തത് അതിൻ്റെ ചികിത്സാ കാലയളവും ചികിത്സക്ക് വേണ്ട മരുന്നുകളുടെ എണ്ണവും എല്ലാം കൂടുതലാണ്. രോഗി കൃത്യമായിട്ട് മരുന്ന് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് 100% സക്സസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ MDR പേഷ്യൻറ്റിനിപ്പോൾ അതിൻ്റെ കൂടെ ഡയബറ്റിക്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ പിന്നെ അയാളൊരു പുകവലിക്കാരനാവുക, അല്ലെങ്കിൽ മദ്യപാനിയാവുക ഒക്കെ വരുമ്പം തീർച്ചയായിട്ടും അവരുടെ ചികിത്സയിലൊരു ഇൻട്രപ്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് മരുന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് MDR TB പേഷ്യൻറ്റിനെയും നമുക്ക് 100% ഒരു അവരുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. നോർമൽ സാധാരണ TBനെ നമുക്ക് 100% ഉറപ്പായിട്ടും കൊണ്ടുവരാൻ പറ്റും. MDR TBയുടെ കാര്യത്തിൽ കുറച്ചും കൂടി സാധാരണ TBനേക്കാളും ഒരു നമ്മൾ പേടിക്കേണ്ട TB തന്നെയാണ് MDR TB. പക്ഷേ MDR TB ആവാതിരിക്കുക എന്നുള്ളത് ചികിത്സ എടുക്കുന്ന രോഗിയുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും സമൂഹത്തിൻ്റെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റെയും ഒക്കെ ഉത്തരവാദിത്തമാണ്. കൃത്യമായിട്ട് മരുന്നെടുപ്പിക്കുക. ഇത്തരം എന്തെങ്കിലും അഡിക്ഷൻ ഉണ്ടെങ്കിൽ, പുകവലി, മദ്യപാനം പോലുള്ള വല്ല ദുശ്ശീലങ്ങളുണ്ടെങ്കിൽ അത് നിർത്തുക. ഡയബറ്റിക്സ് കൃത്യമായിട്ട് 100% കൺട്രോൾ ചെയ്യുക. നോർമൽ ഷുഗറാക്കി മാറ്റിയിട്ടില്ലെങ്കിൽ MDR TB നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. ഓക്കെ മാം, ജീവിത സാഹചര്യങ്ങൾ TBയുടെ തോത് കൂട്ടുന്നതിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട്? ജീവിത സാഹചര്യങ്ങൾ എന്ന് പറയുമ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ, വായുവിലൂടെ പകരുന്ന അസുഖമായതുകൊണ്ട് തന്നെ എത്രത്തോളം ഇവർ എക്സ്പോഷർ അവർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത്, അതായത് പൊതു സ്ഥലങ്ങളിലേക്ക് പോകുന്നവർ, അല്ലെങ്കിൽ ഒരു ക്രൗഡിലേക്ക് പോവുക, അല്ലെങ്കിൽ യാത്ര കൂടുതൽ ചെയ്യുന്നവർ, ജോലി സ്ഥലങ്ങളിൽ കൂടുതൽ പണിയെടുക്കുന്ന ആൾക്കാർ. അപ്പം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ജോലിയായിട്ടോ അല്ലെങ്കിൽ വേറെ എന്ത് കാര്യത്തിനാണെങ്കിലും പുറത്തിറങ്ങുന്ന ആൾക്കാരിൽ ചെറിയൊരു റിസ്ക് കൂടുതൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പുരുഷന്മാരിലാണ് കൂടുതലും TB കണ്ടുവരുന്നത്. പിന്നെ മറ്റൊന്ന് ഈ ജീവിത സാഹചര്യം എന്ന് പറയുമ്പം ഈ പുകവലിക്കാരിൽ നമുക്ക് പലപ്പോഴും മിസ്സായി പോകും TB. കാരണം പുകവലിക്കാരിൽ ഓൾറെഡി ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു ചുമച്ച് കഫം തുപ്പുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ബ്രോങ്കൈറ്റിസ് പുകവലിക്കാരിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ നമുക്ക് അയാളുടെ TBയുടെ ചുമയാണോ പുകവലിയുടെ ചുമയാണോ എന്ന് നമുക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ ആ പേഷ്യൻ്റ് തന്നെ ചിലപ്പോൾ അതെൻ്റെ ഞാൻ സ്ഥിരമായിട്ട് പുകവലിക്കുമ്പോൾ എനിക്ക് ചുമ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും പുകവലിക്കാർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പുകവലിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഉള്ളിലുള്ള കഫം തുപ്പാൻ പറ്റുന്നതെന്ന്. അതൊരു മിഥ്യാധാരണയാണ്. ശരിക്കും പുക വലിക്കുന്നതുകൊണ്ടാണ് കഫം ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? കഫം ഉണ്ടാകുന്നതുകൊണ്ടാണ് ആ കഫം തുപ്പേണ്ടി വരുന്നത്. പുക വലിക്കാതിരിക്കുകയാണെങ്കിൽ കഫം ഉണ്ടാവില്ല. അതൊരു സ്റ്റിമുലേറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന കഫമാണ്. അപ്പോൾ ഇത്തരം ആൾക്കാരിൽ TBയും കൂടി വരുമ്പം അയാൾ വിചാരിക്കും ഇത് പുക വലിക്കുന്ന കഫമാണെന്ന്. പക്ഷേ TB ഇത്തരം ആൾക്കാരിലും നമ്മളൊരു ശ്രദ്ധ വേണം. അവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻ ചെയ്യാൻ വരണം എന്നുള്ളതാണ്. TBയുടെ തോത് വർദ്ധിപ്പിക്കുന്നതിൽ പുകവലിക്കൊരു പ്രധാന കാരണമാണ്. മാം, TB ഡയഗ്നോസ് ചെയ്യാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കണം. ഇന്ന് ഗവൺമെൻറ് നമ്മളെ ഹെൽത്ത് സർവീസിൻ്റെ ഭാഗമായിട്ട് RNDCP റിവൈസ്ഡ് നാഷണൽ ട്യൂബർക്ലോസിസ് കൺട്രോൾ പ്രോഗ്രാം എന്നുള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത്. അതിൽ ജില്ലാ TB സെൻറ്റർ നമ്മൾ കാസർഗോഡ് ജില്ലാ ജനറൽ ആശുപത്രിയുടെ കോമ്പൗണ്ടിലാണ് ജില്ലാ TB സെൻറ്റർ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ
ബാക്കി ഡിവിഷൻസ് എന്ന് പറഞ്ഞാൽ 3 TB യൂണിറ്റ്, ഒന്ന് കാസർഗോഡ്, ഒന്ന് കാഞ്ഞങ്ങാട്, ഒന്ന് പനത്തടി, അങ്ങനെ 3 TB യൂണിറ്റ് കാസർഗോഡ് ജില്ലയിലുണ്ട്. ഈ ഓരോ TB യൂണിറ്റും നമ്മുടെ TB സെൻറ്ററിൻ്റെ പ്രവർത്തനം ലഘൂകരിക്കാൻ വേണ്ടിയിട്ടും ജനങ്ങളിലേക്ക് കുറച്ചും കൂടി അക്സസിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം അത്രയും ദൂരമുള്ള മലയോര മേഖലയിൽ നിന്നൊക്കെ ജനങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ജില്ലാ TB സെൻറ്ററിലേക്ക് വരേണ്ട ആവശ്യമില്ല. അവിടെ അത് കൂടാതെ നമ്മുടെ ജില്ലയിൽ 15 ഡെസിഗ്നേറ്റഡ് മൈക്രോസ്കോപ്പിക് സെൻറ്റർ, DMC എന്ന് പറയും. അതായത് ക്ഷയരോഗം കണ്ടുപിടിക്കുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കഫ പരിശോധനയാണ്. കഫത്തിൽ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലൈ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത്. ഇത് കൃത്യമായിട്ടും ട്രെയിനിങ് കിട്ടിയ അല്ലെങ്കിൽ ഒരു സർവീസുള്ള നല്ല പ്രഗത്ഭനായ ഒരു ലാബ് ടെക്നീഷ്യന് മൈക്രോസ്കോപ്പിലൂടെ കണ്ണുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ്. ഇതിനാണ് നമ്മൾ ജില്ലാ TB സെൻറ്ററിൻ്റെ ഭാഗമായിട്ട് ജില്ലയുടെ പല ഭാഗങ്ങളിലായിട്ട് 15ഓളം ഈ DMCകൾ സേവനം കൊടുക്കുന്നത്. അവിടെ വെച്ച് കഫ പരിശോധന നമ്മൾ 2 ആഴ്ച എന്ന് പറയുന്നു. ഈ ചുമ ഉള്ള ആൾ കഫം കൊണ്ട് വന്നാൽ കഫം കളക്ട് ചെയ്യാനുള്ള സൗകര്യം എല്ലാ PHIകളും പ്രൈമറി ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷനിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അവിടുത്തെ മെഡിക്കൽ ഓഫീസറും ഫീൽഡ് സ്റ്റാഫും ഈ കഫം എടുക്കാനുള്ള ബോട്ടിൽ, സ്പ്യൂട്ടം കപ്പ് എന്ന് പറയും, ഇത് പേഷ്യൻ്റെ കൈ കൊടുക്കുന്നു. അതും കൊണ്ട് ഈ ഏതെങ്കിലും ഒരു DMCയിലേക്ക് പേഷ്യൻ്റ് പോകുന്നു. അവിടെ നിന്ന് ഡയഗ്നോസ് ആയി കഴിഞ്ഞാൽ അവിടെ തന്നെ പേഷ്യൻറ്റിനെ ഡോക്ടർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ബാക്കി കാര്യങ്ങൾ ചികിത്സയിലേക്ക് നമ്മൾ പോകുന്നത്. കഫത്തിൽ നല്ല ചുമണ്ട് കഫത്തിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത് നമ്മൾ ഒരു എക്സ്റേ പരിശോധനയാണ് നെക്സ്റ്റ് ഡോക്ടർ സജസ്റ്റ് ചെയ്യുക. പക്ഷേ എക്സ്റേയിലും നമുക്ക് കാര്യമായിട്ട് TB ഉണ്ടെന്ന് 100% പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നാൽ, പക്ഷേ ക്ലിനിഷ്യന് ഇപ്പോഴും പേഷ്യൻറ്റിൻ്റെ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ TB ആണെന്ന് തന്നെ ഒരു ബലമായ സംശയം ഉണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ജില്ലാ TB സെൻറ്ററിൽ ഏറ്റവും ആധുനികമായ ഒരു മെഷീൻ, അതിന് സിബിനാറ്റ് എന്ന് പറയും. അതായത് 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ വളരെ വളരെ റിമോട്ട് ചാൻസ് ഉള്ള TBയെ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണിത്. ഇതിൽ ജീൻ എക്സ്പെർട്ട് എന്ന് പറയും. ഈ ടെസ്റ്റിൽ കഫ പരിശോധന, അതുപോലെ തന്നെ നമ്മുടെ ശ്വാസകോശത്തിൽ നിന്ന് കുത്തിയെടുക്കുന്ന നീര് പരിശോധന, അതുപോലെ ഈ കയല വീക്കത്തിൽ നിന്ന് കിട്ടുന്ന പഴുപ്പ്, ചലം, അതിലൊക്കെ പരിശോധിച്ച് നമുക്ക് ഈ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ്. മെഷീൻ തന്നെ 10-25 ലക്ഷത്തിന് മേലെ വിലയുള്ള മെഷീനാണ്. ടെസ്റ്റിന് തന്നെ 6000 രൂപയുടെ മേലെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ്. പക്ഷേ വളരെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവാൻ വേണ്ടി തന്നെ ഈ ടെസ്റ്റ് ഗവൺമെൻറ് ഒരു നയാ പൈസ ചിലവില്ലാതെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നതാണ്. ആ ഒരു സേവനം ഈ ഒരു പ്രോഗ്രാമിലൂടെ ഞാൻ ജനങ്ങളും കൂടി അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഇതിൻ്റെ ഉപയോഗം, ഇങ്ങനെയൊരു ഉപയോഗം, ഒരു ടെസ്റ്റ് നമ്മളെ DTCയിലുണ്ട് എന്നുള്ളത് പല ആൾക്കാരും അറിഞ്ഞിട്ടുണ്ടാവില്ല. 1 വർഷത്തോളമായി ഈ മെഷീൻ നമ്മളെ സെൻറ്ററിൽ എത്തിയിട്ട്. മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഡോക്ടർമാർ പറഞ്ഞില്ലെങ്കിലും ഒരു ചുമക്കുന്ന ഒരാൾക്ക് ഒരു സ്പൂട്ടം കപ്പ് അടുത്തുള്ള ഹെൽത്ത് സെൻ്ററിൽ നിന്ന് വാങ്ങി അതിൽ തുപ്പി കഫം ഏതൊരു ഡെസിഗ്നേറ്റഡ് മൈക്രോസ്കോപ്പി സെൻറ്ററിലേക്കും പേഷ്യന് സ്വമേധയാ വന്ന് പരിശോധിപ്പിക്കാനുള്ള പ്രൊവിഷനുണ്ട്. ഡോക്ടർ വേണം ഇല്ല. അതിൽ ആശമാർക്കോ അല്ലെങ്കിൽ ആശ വളണ്ടിയേഴ്സ്, GPHമാർ, ഫീൽഡ് സ്റ്റാഫ്, ആർക്ക് വേണമെങ്കിലും പേഷ്യൻറ്റിനെ ഡയറക്റ്റ് ചെയ്തിട്ട് ഒരു DMCയിലേക്ക് അയക്കാവും. മാം, നമ്മുടെ കാസർഗോഡ് ജില്ലയിലും ഇത് പ്രാവർത്തികമാവുന്നുണ്ടോ? അതെ, ഞാനതാണ് പറഞ്ഞത്. നമ്മളെ കാസർഗോഡ് ജില്ലയിൽ 1 വർഷമായി ഈ മെഷീൻ എത്തിയിട്ട് ധാരാളം ടെസ്റ്റുകൾ. അത് ക്ഷയരോഗബാധിതർക്ക് സഹായകമാവുന്നുണ്ടെന്നാണ് മാമിന് തോന്നുന്നത്? നമ്മുടെ ക്ഷയരോഗം നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമായിട്ട് നമ്മൾ കാണുന്നത് ഏറ്റവും നേരത്തെ ക്ഷയരോഗികളെ കണ്ടുപിടിക്കുക, ഏറ്റവും നേരത്തെ അവർക്ക് ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ് ഇതുപോലുള്ള സിബിനാറ്റ് പോലുള്ള മെഷീൻ നമ്മുടെ ആസ്ഥാനത്ത് വെച്ചിട്ടുള്ളതും അതിൻ്റെ സർവീസ് കൊടുക്കുന്നതും. അതിലേക്ക് ജനങ്ങൾ അത് ഉപകാരപ്രദമാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പബ്ലിസിറ്റി ഇതുപോലെയുള്ള മീഡിയയിൽ കൂടി കൊടുക്കുക എന്നുള്ളതും കൂടി ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുമ്പം രോഗിയുടെ ചികിത്സ എളുപ്പമാകുന്നു. ആ രോഗിയിൽ നിന്നും 10-15 ആൾക്കാർക്ക് ഒരു രോഗി 1 വർഷത്തിൽ അസുഖം പകർന്നു കൊടുക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അവർ ചുമച്ച് തുപ്പി മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് മുന്നേ തന്നെ ഈ രോഗിക്ക് മരുന്ന് കൊടുക്കാൻ തുടങ്ങിയാൽ വിതിൻ 2 വീക്സിൽ തന്നെ ആ അണുക്കളുടെ എണ്ണം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. TBയുടെ ചികിത്സ അത്രയും എഫക്റ്റീവായിട്ടുള്ള TB ചികിത്സയാണ് ഇന്ന് ഗവൺമെൻറ്
നടത്തിക്കൊണ്ട് പോകുന്നത്. മാം, ജില്ലയിൽ തന്നെ, നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ എത്ര പേർക്കാണ് ഇപ്പോൾ ക്ഷയരോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്? 2016 കണക്ക് 851 TB രോഗികളാണ് നമ്മുടെ ജില്ലയിലുള്ളത്. ഇത് മുൻകാലങ്ങളിലൊക്കെ ഏകദേശം 800-ൻ്റെയും 900-ൻ്റെയും ഇടയിലായിട്ട് തന്നെയാണ് കാസർഗോഡ് ജില്ലയുടെ ഒരു സ്റ്റാറ്റസ് കോ അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇനി ഈ വർഷമെങ്കിലും നമുക്ക് ആ എണ്ണം കുറച്ചും കൂടി ഒന്ന് താഴോട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മളൊരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് വെച്ചിട്ടുള്ള ഒരു സമഗ്രമായ ഒരു പ്രയത്നം തന്നെ നടത്തിയെങ്കിലേ നമുക്ക് കാസർഗോഡ് ജില്ലയെ TBയിൽ നിന്നും കുറച്ചെങ്കിലും നമുക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ. മാം, ക്ഷയരോഗികൾക്കായുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭ്യമാക്കുന്നുണ്ടോ? ക്ഷയരോഗികൾക്ക് കുറേ കാലമായിട്ട് നടന്നു പോകുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ആനുകൂല്യം എന്ന് പറഞ്ഞാൽ ക്ഷയരോഗികൾക്കുള്ള പെൻഷനാണ്. ഒരു ക്ഷയം രോഗി ആയി എന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്കൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ചികിത്സിക്കുന്ന ഡോക്ടർ വിത്ത് TB നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് അവർക്കുള്ള ഈ ആനുകൂല്യം കൊടുക്കുന്നത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റും TB നമ്പറും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ 1000 രൂപ, അങ്ങനെ 6 മാസ ചികിത്സയുള്ള രോഗിക്ക് 6000 രൂപ ആണ് കൊടുക്കുന്നത്. MDR TBക്ക് ഈ ഒരു ആനുകൂല്യം 5000 രൂപയാണ് MDR TBക്ക്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇതിന് BPL APL എന്നുള്ള കണക്കില്ല. 1 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമില്ലാത്ത ഏത് TB രോഗികൾക്കും ഈ ആനുകൂല്യം കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ജില്ലാ പഞ്ചായത്ത് MDR പേഷ്യൻസിന് ഇപ്പം കൈത്താങ് എന്ന ഒരു പരിപാടിയിലൂടെ ന്യൂട്രീഷണൽ കിറ്റ് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ക്ഷയരോഗികളെ ചികിത്സ ഉറപ്പുവരുത്താനും അവർക്ക് ഫാമിലി സപ്പോർട്ടിനും വളരെ ഉപകരിക്കുന്നൊരു പരിപാടിയാണത്. ഒരു പോഷകാഹാര സപ്ലിമെൻറ്റ്. ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നടപ്പിലാക്കിയത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്താണ്. അത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പല സ്ഥലങ്ങളിലും അതിൻ്റെ അപ്രീസിയേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്. മാം, ഒരു ക്ഷയരോഗ വിദഗ്ധ എന്ന നിലയിൽ ക്ഷയരോഗ ബാധിതർക്കായും മറ്റു ജനങ്ങൾക്കായും എന്ത് സന്ദേശമാണ് മാമിന് നൽകാനുള്ളത്? ഈ സമയത്ത് എനിക്ക് ജനങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്ന് പറയുന്നത്, ചുമക്കുന്ന ആൾക്കാർ ഒരാഴ്ചയോ 2 ആഴ്ചയോ നീണ്ടു നിൽക്കുന്ന ചുമ, ആദ്യം നിങ്ങളെ മനസ്സിലേക്ക് വരേണ്ടത് ഇത് ക്ഷയമായിരിക്കാം, ഞാനൊന്ന് പോയി എൻ്റെ കഫം പരിശോധിക്കട്ടെ. എത്രയും നേരത്തെ ക്ഷയരോഗം കണ്ടുപിടിച്ചാൽ അതിൻ്റെ ഗുണം ആ വ്യക്തിക്ക് തന്നെയാണ്. കാരണം ചികിത്സ എളുപ്പമാകും. MDR പോലുള്ള ഭയാനകമായ TBയിലേക്ക് ആ രോഗിയെ എത്തിക്കാതെ തടയാൻ നമുക്ക് പറ്റും. രണ്ടാമത്തെ കാര്യം, ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായി മരുന്ന് കഴിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം രോഗിയുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ രോഗിയുടെ കുടുംബക്കാരിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ട് എടുക്കാത്ത രോഗികൾക്കാണ് ഫെയിലിയർ ആവുന്നതും ഡിഫോൾട്ട് ആവുന്നതും പേഷ്യൻറ്റിന് ഡെത്ത് വരുന്നതും MDR TBയിലേക്ക് അവർ മാറുന്നതും. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഇന്ത്യ മഹാരാജ്യം TB ഇല്ലാത്തൊരു ഇന്ത്യ എന്നൊരു സ്വപ്നത്തിലേക്ക് ഉള്ള കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. അതിനുള്ള ഒരു ആദ്യത്തെ തുടക്കം കേരളത്തിൽ നിന്നാണെന്നാണ് WHO അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാസർഗോഡ് ജില്ലയെ ആദ്യം തന്നെ TB ഇല്ലാത്തൊരു ജില്ലയാക്കി മാറ്റാൻ നമുക്ക് കൂട്ടായിട്ട് ശ്രമിക്കാം. ജനങ്ങളുടെ എല്ലാ സഹകരണവും ജില്ലാ TB ഓഫീസർ എന്ന നിലയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. രോഗം എന്നത് കുറ്റകരമോ അപമാനകരമോ അല്ല, അതിനുവേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുക എന്നതാണ് വേണ്ടത്. ഇത്രയും സമയം നമ്മോട് ക്ഷയരോഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത് ജില്ലാ TB ഓഫീസർ ഡോക്ടർ ആമിന മുണ്ടോളാണ്. മാമിന് ഈ അവസരത്തിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമസ്കാരം.